ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി അറബിക്കിലെ ഫോർത്ത് സെമസ്റ്ററിൽ ലിറ്ററേച്ചർ ഇൻ അറബിക്കാണ്. അപ്പോൾ ഇതിൽ സ്പോക്കൺ അറബി പോലെയല്ല. സ്പോക്കൺ അറബി എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ളതായിരുന്നു. കോൺവെർസേഷൻ അതുപോലെ തന്നെ മീനിങ്സ് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു അത്. അതുപോലെ അല്ലാട്ട ലിറ്ററേച്ചർ ഇൻ അറബിക്ക് കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് ഫുൾ കവർ ചെയ്തിട്ട് തന്നെ പോവുക. പിന്നെ സിലബസിൽ ബ്ലോക്ക് 5 യൂണിറ്റ് 2, 3 ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ എ എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. സെക്ഷൻ എ അതായത് മീനിങ്സ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാച്ച് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെയാണ്. പിന്നെ സെക്ഷൻ ബിയിൽ വരുന്നത് വേർഡ്സൊക്കെ ഓർഡറിൽ ചെയ്തിട്ട് സെൻറ്റൻസ് ആക്കുന്നതാണ്. ഓർഡർ ചെയ്യാനാണ് മെയിൻ പരിപാടി. പിന്നെ സെക്ഷൻ സി ആയത്തുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ സിയിൽ വരുന്നത്. ദെൻ സെക്ഷൻ ഡിയിൽ 10 മാർക്കിൻ്റെ മക്കാല എഴുതാനാണ്. സോ അത്യാവശ്യം നല്ല ടഫുണ്ട്. പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ സെക്ഷൻ എ നോക്കുക. നമുക്ക് ഇംഗ്ലീഷ് മീനിങ്ങും അതുപോലെ തന്നെ അറബിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാച്ച് ആയത് അതായത് എന്താണോ മീനിങ് അത് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ദഫ്തറാണ്. ദഫ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബുക്ക്. സെക്കൻഡ് വൺ മൂസിം, സീസൺ, കായിമത്ത് ത്വാമ്, ഫുഡ് മെനു, കഷ്കു തദക്കിറ, ടിക്കറ്റ് കൗണ്ടർ, ത്വാബിയ, പ്രിൻ്റർ. 5 ഇവിടെ കഴിഞ്ഞു. ഇനി 6-1 ഇത് നമ്മൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ആൻസേഴ്സും മാച്ച് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ മാച്ച് സലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റിൽ ആൾ പറയും ഇലലിക്ക എന്ന് പറയും. സോ അതവിടെ ആൻസറാണ്. പിന്നെ 7th വൺ കൈഫ അമലുക ഫിൽ മക്തബ്, ഓഫീസിൽ ജോബ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ജയ്ദൻ ജിദ്ദൻ ഹുനാക കസീർ മിനൽ അമാൽ, അതായത് നല്ലതായിരുന്നു, കുറച്ചധികം പണിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. 8th വൺ ലി അയ്യ മൻസബ് ഹാദിഹിൽ മുക്കാബല. മുക്കാബല മീൻസ് ഇൻ്റർവ്യൂ, മൻസബ് മീൻസ് പോസ്റ്റ്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് ഇൻ്റർവ്യൂ ഉള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ വരും ലി മൻസബി മുദരിസുൽ വാഹത്തുൽ അറബിയ, അറബി അധ്യാപകൻ്റെ പോസ്റ്റിലോട്ടേക്കാണ് ഇൻ്റർവ്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പം 9th വൺ മൻഷക്ക്. മൻഷക്ക് മീൻസ് ഒരു ചെറുകഥയുടെ പേരാണ്. അത് ആര് എഴുതിയതാണെന്നുള്ളതാണ് നമ്മളുടെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മൻഷക്ക് കിസത്തും കസീറത്തുൽ ഖസ്സാൻ ഗംഫാനിൻ്റെ ചെറുകഥയാണ്. പിന്നെ ബാക്കിയുള്ളത് 10 ആണ്. 10 നിസ്ഫുൽ ആലം, വേൾഡ്, ഹാഫ് വേൾഡ് ആണ്. അതിന് ആൻസർ അതിന് നേരെയുള്ളത് തന്നെ കേട്ടോ. 11 മുതൽ 15 വരെ വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമ്മൾ 1 മുതൽ 10 വരെ അവിടെ അടിപൊളിയായി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 11 മുതൽ 15 വരെ എഴുതണം എന്നില്ല. എന്നാലും ഇത് ഞാൻ നോക്കുകയാണ്, ഡിസ്കസ് ചെയ്യാം നമുക്ക് ഇതെന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ 11ാമത്തത് ബിഅസു ഡേഷ് അൽ ഫുസൂഖു ബഅദൽ ഈമാൻ, അതായത് സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ദുഷ്പേര് സമ്പാദിക്കുന്നത് എത്രയോ ചീത്തയാണ്. അപ്പോൾ അവിടെ പേര് എന്നുള്ളതാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ഇസ്മ എന്ന് വരും. ബിഅസുൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഇത് സൂറത്ത് ഹുജറാത്തിലെ ആയത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആയത്തൊക്കെ മാക്സിമം പഠിച്ചിട്ട് വെക്കുക. മീനിങ് അറിയുമെങ്കിൽ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 12ാമത്തത് ഇന്നല്ലാഹ ത്വയ്യിബുൻ, തീർച്ചയായും അള്ളാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ല, അവൻ സ്വീകരിക്കുകയില്ല, ത്വയ്യിബൻ, നല്ലതല്ലാതെ. അപ്പോൾ ആൻസർ വരുന്നത് ത്വയ്യിബനാണ്. ലാ യഖ്ബലു ഇല്ല ത്വയ്യിബൻ, നല്ലതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദഅവത്തുൻ ഇലാ തൻകലു വ തർഹൽ ഡാഷ് ലി ഇമാം ഷാഫി, ഇത് ഇമാം ഷാഫിയുടെ എന്താണ്? ഇതൊരു കഥയാണോ കവിതയാണോ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ അവിടെ ഉണ്ട് ഖസീദ എന്നുള്ളത്, കവിതയാണ് ഇമാം ഷാഫിയുടെ. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അക്സറു അഷിയാഉ ഫി ബലദത്തിന, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള കാര്യം എന്താണെന്നാണ്. അപ്പോൾ ഡാഷ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? അഹ്സാബ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടീസാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ള കാര്യം അല്ലേ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദ യാ സ്വദീഖുൽ ഉമർ, ഇതൊരു കവിതയുടെ പേരാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരാ വിട എന്നുള്ളത്. അപ്പോൾ ആരോടാണ് വിട പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ് കവി പറയുന്നത്? അപ്പോൾ ഇവിടെ കൂട്ടുകാരൻ എന്നുള്ളത് കവിയുടെ നോട്ട്ബുക്കാണ്. നോട്ട്ബുക്കിനോടാണ് വിട പറയുന്നത്. സോ ആൻസർ വരുന്നത് ദഫ്തർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക ഗൈസ്. ഓക്കെ, ബൈ.